സ്വർണ്ണവിലയിലെ വർധനവ് സാധാരണക്കാരായ സ്വർണ്ണാഭരണ പ്രേമികളെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരുന്നു. പക്ഷെ ബാങ്കുകൾ സ്വർണ്ണപ്പണയം വെച്ച് വായ്പയെടുക്കൽ ഉദ്ദേശിക്കുന്നവർ, നിക്ഷേപകർ എന്നിവരെല്ലാം സംബന്ധിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ സ്വർണ്ണവിലയിലെ ഈ വർധനവ് വലിയൊരു ആശ്വാസമായിട്ടാണ് നിലനിൽക്കുന്നത്. ഉയർന്ന സ്വർണ്ണവില ഇക്കൂട്ടർക്ക് വലിയ ലാഭമാണ് യഥാർത്ഥത്തിൽ നൽകുന്നത്. നേരത്തെ ഒരു പവൻ സ്വർണം പണയം വെക്കുകയാണെങ്കിൽ 30,000 രൂപയാണ് ലഭിച്ചിരുന്നതെങ്കിൽ ഇന്ന് അത് 50,000-ത്തിലധികം മുകളിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ പണം ലഭ്യമാവുന്ന സ്വർണ്ണ വായ്പകളിൽ ഉയർന്ന മൂല്യം ലഭ്യമാവുന്നു എന്നുള്ളത് സാധാരണക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയൊരു അനുഗ്രഹവുമാണ്. RBIയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ലോണുകൾക്ക് 75% തുക അനുവദിക്കുന്നതുമാണ്. അതായത് 10 ഗ്രാം സ്വർണത്തിന് 96,535 വിലയാണെങ്കിൽ 75% LTV അനുസരിച്ചുകൊണ്ട് 72,401 വരെ വായ്പ ലഭിക്കുന്നതായിരിക്കും. ഗോൾഡ് ലോണുകൾക്ക് മറ്റു വായ്പകളെ അപേക്ഷിച്ചുകൊണ്ട് പലിശ നിരക്ക് താരതമ്യേന വളരെയധികം കുറവാണ് എന്നതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ബാങ്കുകളിൽ നിന്നും ഏറ്റവും വേഗത്തിൽ ലഭിക്കുന്ന വായ്പയും സ്വർണ്ണപ്പണയ വായ്പ തന്നെയാണ്. മാത്രമല്ല 22 ക്യാരറ്റ് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള സ്വർണം മാത്രമേ വായ്പയ്ക്ക് യോഗ്യമാകൂ എന്നതും വളരെയധികം ശ്രദ്ധിക്കണം. മറുവശത്ത് ബാങ്കുകൾക്കും അതുപോലെ സ്വർണ്ണവിലയിൽ വർധനവ് നേട്ടം വലിയ രീതിയിലാണ് നൽകുന്നത്. ഉയർന്ന വായ്പാ തുക ബാങ്കുകൾക്ക് കൂടുതൽ പലിശ വരുമാനം ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ വായ്പാ തുക വർദ്ധിക്കുമ്പോൾ പലിശയും വർദ്ധിക്കുകയാണ്. ഗോൾഡ് ലോണുകൾ സുരക്ഷിതമായ വായ്പകളാണ് എന്നതിനാൽ തന്നെ ബാങ്കുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ റിസ്ക്കും വളരെയധികം കുറവായിരിക്കും. അതിനുള്ള പ്രധാന കാരണം മറ്റൊരു ഈടിനേക്കാളും ഉറപ്പുള്ള ഈടാണ് സ്വർണം എന്നത്. വായ്പാ തിരിച്ചടവ് മുടങ്ങുകയാണെങ്കിൽ ബാങ്കുകൾക്ക് സ്വർണം വിറ്റ് കടം വീണ്ടെടുക്കാൻ വളരെയധികം എളുപ്പമായിരിക്കും. ഇത് ബാങ്കുകളുടെ ലോൺ പെർഫോമിംഗ് ആസ്തികൾ കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല പല ബാങ്കുകളും സ്വന്തം നിക്ഷേപമായി സ്വർണം കൈവശം വെക്കുകയും ചെയ്യുന്നുണ്ട്. ഉയർന്ന വില ഈ ശേഖരണത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുകയും അതുപോലെ ബാങ്കിന്റെ ബാലൻസ് ഷീറ്റിനെ ശക്തിപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. 2025 ജൂലൈ 1 മുതൽ US ബാങ്കുകൾ സ്വർണത്തെ ഒരു കൊളാറ്ററൽ ആസ്തിയായി ഉപയോഗിക്കാൻ തുടങ്ങുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. സ്വർണത്തിന്റെ സാമ്പത്തിക പ്രാധാന്യം ഇത് വർദ്ധിപ്പിക്കുകയാണ്. സ്വർണ്ണവില 2025 ഏകദേശം 26-31% വർദ്ധിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. US ചൈന വ്യാപാര സംഘർഷം, ജിയോപൊളിറ്റിക്കൽ അനിശ്ചിതത്വങ്ങൾ, US ഡോളറിന്റെ മൂല്യത്തകർച്ച തുടങ്ങിയ കാരണങ്ങൾ സ്വർണത്തിന്റെ സുരക്ഷിത ആസ്തി എന്ന പ്രതിച്ഛായ യഥാർത്ഥത്തിൽ ശക്തിപ്പെടുത്തി. ഇതിനെ തുടർന്ന് സ്വർണത്തിലെ നിക്ഷേപവും അതുവഴി വിലയും വർദ്ധിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ലോകമെമ്പാടുമുള്ള കേന്ദ്ര ബാങ്കുകളുടെ വാങ്ങലും അതുപോലെ സ്വർണത്തിന്റെ ഡിമാൻഡും വർദ്ധിപ്പിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അടക്കമുള്ള കേന്ദ്ര ബാങ്കുകൾ വലിയ തോതിൽ സ്വർണ്ണ ശേഖരം വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. 2025 RBI 52.7 ടൺ സ്വർണം വാങ്ങിയെന്നാണ് ചില റിപ്പോർട്ടുകളെല്ലാം വെളിപ്പെടുത്തുന്നത്. US ഫെഡറൽ റിസർവിന്റെ 4.5% പലിശ നിരക്ക്, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ 4.25% പലിശ നിരക്ക് കുറയ്ക്കൽ എന്നിവ സ്വർണ്ണവിലയെ വളരെയധികം ഉയർത്തുകയും ചെയ്തു. ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറഞ്ഞതും അതുപോലെ ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന്റെ വില വർദ്ധിക്കാനിടയാക്കിയ കാരണങ്ങളാണ്. ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറഞ്ഞതും അതുപോലെ ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന്റെ വില വർദ്ധിക്കാനിടയാക്കിയ കാരണങ്ങളാണ്.